സൈഫുനിസ തയ്യാറാണ്. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി വെങ്കടേഷ്. യെസ്, ഇന്നലെ നമ്മൾ കണ്ടത് ഒരു ബോബി ഷോ ആയിരുന്നു എന്ന് പറയായിരുന്നു ജയിലില്. അപ്പൊ ഇന്ന് ജയിൽ മോചനായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന, അല്ലെ സൈഫുനിസ? റോഷ്നി, തീർച്ചയായും നമ്മൾ ഇത്രയും നാളും ബോബി ചെമ്മണ്ണൂരിന്റെ പുറത്ത് കണ്ട ഷോ ഒന്നും ആയിരുന്നില്ല ഇന്നലെ ജയിലിനകത്ത് നടന്നത്. ഇന്നലെ ഓർഡറെല്ലാം ജയിലിലെത്തിയിട്ടും ബോണ്ട് ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായില്ല. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ കാത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന് ഫിജിക്കാട്ട് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേർ ഇന്നലെ അവിടെ എത്തിയിരുന്നു. 100 കണക്കിന് പേരാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ കാത്ത് പൂമാലയും ബൊക്കയും ഒക്കെ ആയി കാത്തു നിന്നത്. അതുകൂടാതെ തന്നെ ഈ പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രവർത്തിക്കുന്ന മെൻസ് അസോസിയേഷനൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കൂടെയുള്ള പല തടവുകാരുമുണ്ട്. ജാമ്യത്തിന് ആളെ കിട്ടാത്തവരും ജാമ്യം നിൽക്കാൻ ആളെ കിട്ടാത്തവരും ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ കൂടി പുറത്തിറക്കിയിട്ടേ താൻ പുറത്തിറങ്ങുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് ബോബി ചെമ്മണ്ണൂർ എത്തി നിൽക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വ്യക്തമല്ല. കാരണം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നതാണ്. കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്ന ഒരാളെ ജയിലിൽ കിടത്താൻ പോലീസുകാർക്ക് കഴിയില്ല. അപ്പോൾ അവരെ എന്തായാലും ഇറക്കി വിടണം അവർക്ക്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒപ്പിടാനും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ബോബി ചെമ്മണ്ണൂരിനെ അതിനെതിരെ ഒരു കേസ് എടുക്കുമോ എന്നുള്ളതും കൂടെ ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് ചിലപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ പുറത്തേക്കുള്ള വാതിൽ തുറപ്പിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങും. നമ്മളത് വാർത്തയാക്കുകയും ചെയ്യും. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ജാമ്യം ലഭിക്കാത്തവർക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുക എന്നൊക്കെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു കരുതലേ എന്ന ചില കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൈഫു ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.